നമ്മൾ ഇന്ന് കെമിസ്ട്രിയുടെ 3 ചാപ്റ്റേഴ്സ് ആണ് കൈകാര്യം ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ കെമിക്കൽ കൈനറ്റിക്സ്. ക്വസ്റ്റ്യൻസ് നോക്കാം. First question, the concentration of reactant decreases from 0.2 to 0.1 molar in 10 minutes. The rate of the reaction is options 0.01 molar, 10 raised to minus 2, 0.01 mol dm raised to minus 3, milk raised to minus 1, 1 mol dm raised to minus 3, milk raised to minus 2. ഇത് നാല് ഓപ്ഷൻസ്. അപ്പോൾ ഏതാണ് തന്നിരിക്കുന്ന ചോദ്യം, എന്താണ് അതുമായി ബന്ധപ്പെട്ടതിൻ്റെ എക്സാം അതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് റേറ്റ് ഓഫ് ദി റിയാക്ഷൻ. അപ്പോൾ റേറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായി ഒരുപാട് ഇക്വേഷൻ ഇവിടെ പഠിക്കുന്നുണ്ട്, മനസ്സിലാണ്. അതിലിവിടെ നമുക്ക് തന്നിരിക്കുന്ന ടേം എന്താണോ അത് വെച്ച് നമുക്ക് നോക്കാം. റേറ്റ് ഓഫ് റിയാക്ഷൻ, സബ്സ്റ്റൻസിന്റെ കോൺസെൻട്രേഷന്റെ മാറ്റം പറഞ്ഞിരിക്കുന്നത് 0.2 നിന്നും 0.1 ആ ടൈം എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ റിയാക്ഷന്റെ റേറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? ഇപ്പോൾ നമ്മൾ പറയുന്നത് കോൺസെൻട്രേഷൻ ബൈ ടൈം ആണ് റിയാക്ഷൻ റേറ്റ് കണക്കാക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കോൺസെൻട്രേഷൻ ടൈമാണ് ഇത് വ്യത്യാസം. ആ അളവ് കൃത്യമുണ്ട്, എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു. അപ്പോൾ നമുക്ക് അവന്റെ ചേഞ്ച് എടുത്താൽ പോലെ ചേഞ്ച് ആണെങ്കിൽ നമുക്കൊരു റേറ്റ് എന്ന് പറയുന്നത് the rate of the reaction is equal to dx by dt എന്ന് കാണിക്കും. എന്താ dx? a small change in concentration. ടൈം എന്താണ്? ആ ചേഞ്ച് നടക്കുന്ന ആ ഒരു റിയാക്ഷൻ നടക്കുന്ന ടൈം ഇന്റർവൽ ആണ് കാണിക്കുക, അവിടെ dt എന്ന് കാണിക്കുക. അങ്ങനെയാണ് dx ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ആണ് dx. 0.2 നിന്നും എങ്ങോട്ടാണ്? 0.1. സോ 0.2 മൈനസ് എന്താണ്? 0.1. അതിനാവശ്യമായ സമയം നമുക്കുണ്ട് 10 മിനിറ്റ്സ്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം മിനിറ്റുകൾ തന്നെയാണ്. ഇവിടെ പ്രത്യേകിച്ച് യൂണിറ്റൊന്നും പറയുന്നില്ല. എവിടെ പറയുന്നത് പ്രത്യേകിച്ച് സെക്കൻഡിലേക്ക് വേണ്ട കാര്യമില്ല, മിനിറ്റിന് കണ്ടാൽ മതി, മിനിറ്റ് തന്നെ കണ്ടാൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വാല്യൂ വരിക? 0.1 ഡിവൈഡ് ബൈ 10 എന്ന് വരും അല്ലേ. ദാറ്റ് മീൻസ് 0.01 എന്ന് വരുന്നു. അപ്പൊ ഏതാണ് ഇവിടുത്തെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്? ഫസ്റ്റ് ആണ്. ഫസ്റ്റ് പോയിന്റ് നോട്ട് 1 ആണ്. പിന്നെ പോയിന്റ് എയും സിയും ആണ്. ഏത് വരും? ഏതൊക്കെ സി വരുമെന്ന് ചോദിച്ചാൽ എ വരുന്നത് ഉറപ്പാണ്. എന്തുകൊണ്ടാണ്? റേറ്റ് ഓഫ് റിയാക്ഷൻ പറയുമ്പോൾ ബൈ ടൈം കൂടെ വരുന്നതുകൊണ്ട് ടൈം എന്ന് പറയുന്ന ആ യൂണിറ്റ് വേണ്ടേ. ഇവിടെ മോളാർ എന്ന് പറയുന്നത് മോളാർ മീൻസ് ഇത് കോൺസെൻട്രേഷൻ. ഇത് കോൺസെൻട്രേഷൻ ആണ്, ഇത് വരില്ല. പിന്നെ ഏതാണ് ആൻസർ? ആ മിനിറ്റ് ഇവിടെ കിടപ്പുണ്ട് യൂണിറ്റ്. സോ 0.01. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് സി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. അപ്പൊ എയും സിയും തോന്നാം. എന്ന് പറയുന്നത് പ്യുവർ കോൺസെൻട്രേഷന്റെ മാത്രമാണ് കാര്യം, മോളാർ എന്ന് മാത്രം ഫിൽ ചെയ്യുന്നു. ഇവിടെയോ ടൈം കൂടെ ഉണ്ട്. സോ ഇതാണ് റേറ്റുമായി ബന്ധപ്പെട്ട് വരിക. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 0.01 എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. Then second question, in a catalytic conversion of nitrogen to NH3 by Haber's process, the rate of reaction was expressed as change in the concentration of ammonia per time is 400 into 10 raised to minus 3 mol liter raised to minus 1 second raised to minus 1. The reaction as expressed in terms of hydrogen. എന്താ പറയുന്നത്? നൈട്രജനോടെ റിയാക്ട് ചെയ്തുകൊണ്ട് അമോണിയ ആയിട്ട് മാറുകയാണ്. അങ്ങനെ മാറുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ വ്യത്യാസം അതിന്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ട്. എത്രയാണെങ്കിൽ 40 into 10 raised to minus 3 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, the reaction as expressed in terms of എന്താണ്? ഹൈറ്റ്. നമ്മുടെ ഹൈറ്റിന് ഡെവലപ്പ് ചെയ്യണം, ആ റിയാക്ഷൻ അവിടെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ള ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അതിന് വേണ്ടി ആദ്യം ഇതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ ആണ് അല്ലേ. എന്താണ് ഇക്വേഷൻ വരിക? N2 plus 3H2 giving 2NH3. ഇതിന്റെ ഇക്വേഷൻ. അപ്പോൾ അമോണിയയുടെ ഫോർമേഷൻ ആണ് ബൈ ഹേബർ പ്രോസസ്. നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇത് നോക്കി പറഞ്ഞിരിക്കുന്ന കാര്യം അമോണിയ ഉണ്ടാകുന്ന റിയാക്ഷൻ റേറ്റ് ആണ് 40 into 10 raised to minus 3 എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം നോക്കി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഹൈഡ്രജൻ എന്ന് വെച്ചാൽ ഹൈഡ്രജൻ എന്ത് ചെയ്യുക? ഹൈഡ്രജൻ എന്ത് ചെയ്യുക? അടിസ്ഥാനമാക്കിക്കൊണ്ട് അതിന്റെ റേറ്റ് എക്സ്പ്രസ് ചെയ്യുക. അപ്പൊ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ നമുക്ക് 3 തരത്തിൽ എഴുതാൻ സാധിക്കും. നൈട്രജനും ഹൈഡ്രജനും റിയാക്ടന്റ് ആണ്, അതിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നു എന്ന രീതിയിൽ നെഗറ്റീവ് സെൻസ് ഉപയോഗിച്ചുകൊണ്ട് നൈട്രജനെയും ഹൈഡ്രജനെ റെപ്രസെന്റ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് അവിടെ അമോണിയ റെപ്രസെന്റ് ചെയ്യാം വിത്ത് പോസിറ്റീവ് സൈൻ. എന്തുകൊണ്ടാണ് പോസിറ്റീവ് വരാൻ കാര്യം? നൈട്രജൻ പറയുന്നത് പ്രോഡക്റ്റിലാണ്. സോ ചെറിയ കോൺസെൻട്രേഷൻ അവിടെ ഇൻക്രീസ് ചെയ്യുന്നു.
ഇവിടെ അങ്ങനെയല്ല, അതിന് കോൺസെൻട്രേഷൻ അവിടെ കുറയുന്നു എന്ന് കാണിക്കുന്നത് നമ്മൾ ഇതിനോട് ഒരു നെഗറ്റീവ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ചോദ്യം ബേസ്ഡ് ഓൺ എന്താണ് ഹൈഡ്രജൻ. അങ്ങനെയാണ് നമുക്ക് അടിസ്ഥാന ഈ റിയാക്ഷൻ ടോട്ടൽ നമ്പർ അറിയാൻ എത്രയാണ് 40 × 10⁻³ ആണ്. നമ്മുടെ ചോദ്യം ഹൈഡ്രജൻ എന്ത് ചെയ്യാൻ ബേസ് കൊണ്ട് അതിന്റെ വാല്യൂ പറയാൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ നോക്കാം. സംബന്ധിച്ചുകൊണ്ട് ഇവിടെ 3 moles ഓഫ് എന്താണ് ഹൈഡ്രജൻ റിയാക്ട് ടു ഫോം 2 moles ഓഫ് അമോണിയ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാം. 3 മോളിൽ നിന്ന് ഇതിനോടെ ആകെ 2 മോൾ എന്ത് ഫോം ചെയ്യുന്നു, അമോണിയ ഫോം ചെയ്യുന്നു. അതിൽ തന്നെ ഹൈഡ്രജന്റെ എണ്ണത്തിന് പോലെ എത്ര നമ്മുടെ 2 എന്ന് പറയുന്ന നമ്പർ നൈട്രജനും ഹൈഡ്രജനും ഒരുപോലെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഹൈഡ്രജന്റെ ടേബിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുൻപിൽ കിടക്കുന്ന നമ്പർ 3 അല്ലേ. സോ 3 ആകെ എത്രയാണെന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് 2 കരുതി എലമെന്റൽ ഫോം നോക്കുക. അവിടെ നിന്ന് തന്നെ 2 എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അല്ല നോക്കുക, ഇവിടെ നോക്കിയാൽ 2 × NH3 2 moles ഓഫ് എന്താണ് അമോണിയ. അവിടെയും ഹൈഡ്രജൻ നമുക്ക് എത്രയാണ് 2 മോൾ നമുക്ക് സൂചിപ്പിക്കാം. അപ്പൊ അത് നമുക്ക് ഇവിടെ 3/2 സൂചിപ്പിക്കും. അങ്ങനെ 3/2 വരിക നമുക്ക് ഇതുപോലെ പറയാം. അപ്പം 3 moles ഓഫ് ഹൈഡ്രജൻ അങ്ങനെ എത്ര ഉണ്ട്, 2 ഹൈഡ്രജൻ ആണ് അവിടെ ചെയ്യുന്നത് അടങ്ങിയിരിക്കുന്നത് പറയാം. അല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ ടോട്ടൽ അമോണിയയുടെ എമൗണ്ട് വെച്ചും പറയാം. 3/2 ഹൈഡ്രജന്റെ കേസിൽ കിട്ടുന്ന ഈ റിയാക്ഷൻ ടോട്ടൽ നമുക്കറിയാം. ടോട്ടൽ എന്ന് പറയാം തന്നിട്ടുണ്ട് അമോണിയ ഫോർമേഷൻ 40 × 10⁻³ തന്നല്ലോ. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാതെ ക്യാൻസൽ ആയി പോകുമ്പോൾ 20 എന്ന് വരും. ആകെ എത്രയാണ് അപ്പോൾ 60 × 10⁻³ അങ്ങനെ ആൻസർ ഉണ്ടോ? ഓപ്ഷൻ എ ആണ് 60 × 10⁻⁻³. അപ്പൊ ഇതാണ് അവിടുത്തെ ആൻസർ. അപ്പൊ ചെയ്യുന്ന രീതി എനിക്ക് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ടോട്ടൽ തന്നു എത്രത്തോളം ഐറ്റം ഉണ്ടാവും എന്താണ് അവിടെ റേറ്റ് നമുക്ക് തന്നു. കണ്ടുപിടിക്കേണ്ടത് ഹൈഡ്രജന്റെ ടേബിൾ ആണ്. സോ ആ 3/2 എന്നതിന്റെ ടേബിൾ നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചു. അപ്പൊ കാര്യം എന്ത് ഇങ്ങനെ ഒരു ഷോർട്ട് ഫോമിൽ മനസ്സിലാക്കുന്നത് എങ്ങനെ നമുക്ക് ചെയ്യാൻ. ഇത് വേറെ സംബന്ധിച്ചുപോലെ NO2 മാത്രമേ ചോദിച്ചു. അപ്പൊ എന്ത് ചെയ്യാനാണെങ്കിൽ NO2 എന്ത് ചെയ്യാം, എമൗണ്ട് നോക്കുക, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടുന്ന് ആ രീതിയിൽ കണ്ടുപിടിച്ച് നോക്കിയാൽ മതി. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് 60 × 10⁻³ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എ സബ്സ്റ്റൻസ് വിത്ത് ഹാഫ് ലൈഫ് 3 days is taken at another place in 12 days, what amount of substance is left? അപ്പോൾ ഹാഫ് ലൈഫിനെ അടിസ്ഥാനമാക്കി എത്രത്തോളം സബ്സ്റ്റൻസ് അവിടെ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് ചെയ്യുന്ന ചോദ്യം അല്ലേ. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. N/N0 is equal to half raised to n എന്നുള്ളതാണ് നമുക്ക് N/N0 അവിടുത്തെ എത്രത്തോളം ലെഫ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് കണ്ടുപിടിക്കാനുള്ളത്. n എന്ന് പറയുന്ന ടേം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കാം, എത്രത്തോളം ലെഫ്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് n കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ട്. T is equal to T½ × n എന്നാണ്. T എന്ന് പറയുന്നത് ആ എടുക്കുന്ന ടോട്ടൽ ടൈമും T½ എന്ന് പറയുന്നത് ആ പകുതി ദിവസം എത്രയാണെന്നുള്ള ടൈം പറയും. ഇവിടെ നമുക്കറിയാം ഹാഫ് ലൈഫ് 3 ആണെന്ന് പറയുന്നത്. T½ is equal to 3 is taken other place in the 12 days. That means capital T is equal to 12. അങ്ങനെയാണെങ്കിൽ 12 is equal to 3 × n. Then n is equal to 12/3 4. So in between ഇട്ട് കൊടുത്താൽ അങ്ങനെയാണെങ്കിൽ N/N0 is equal to 1/2 the whole raised to 4. എത്ര ആൻസർ is equal to 1/16. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. രണ്ട് ഇക്വേഷൻ ഹാഫ് ലൈഫിനെ അടിസ്ഥാനമാക്കി എമൗണ്ട് എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ T × T½ രണ്ട് ഹാഫ് ലൈഫിനെ ബന്ധപ്പെട്ട് ഇക്വേഷൻ പുറത്ത് പഠിച്ചു വെച്ചു. ഇതിനടുത്ത ക്വസ്റ്റ്യൻ. എ സബ്സ്റ്റൻസ് വിത്ത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് A mol dm⁻³ reacts according to zero order kinetics. The time is taken for the completion of the reactions. എന്താ പറയുന്നത്, ഒരു സീറോ ഓർഡർ കൈനറ്റിക്സ് പ്രകാരം A കോൺസെൻട്രേഷൻ ഉള്ള ഒരു സബ്സ്റ്റൻസ്, ഇനിഷ്യൽ കോൺസെൻട്രേഷൻ അവിടെ റിയാക്ട് ചെയ്യാൻ എടുക്കുന്ന റിയാക്ഷൻ കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന ടൈം സമയമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓപ്ഷൻസ് K/A, A/2K, AK, K/A. ഏത് പറഞ്ഞാൽ എന്താ കോൺസെൻട്രേഷൻ. നമ്മുടെ ഓപ്ഷൻസിൽ എല്ലാം തന്നെ K എന്ന ടൈം കൂടെ ഉണ്ട് അല്ലേ. അതിന്റെ അർത്ഥം റേറ്റ് കോൺസ്റ്റന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. That means rate constant depends on the concentration of that substance. അവരെ തമ്മിൽ റിലേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ സീറോ ഓർഡർ കൈനറ്റിക്സ് ബന്ധപ്പെട്ട്
K equation, the equation initial concentration minus final concentration divided by T. Okay, initial concentration by time. The initial one is final by T. K T time so equation arrange that T is equal to concentration of A0 minus concentration of A divided by K. Initial concentration of A complete complete substance reaction T is equal to A divided by K. Then the time taken A by T, that means option C ആണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. ഇത്രയാണ് പ്രധാനമായും കെമിക്കൽ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ്. Next question. For reaction 2A plus B giving product, the active mass of B is kept constant and that of A is doubled, then the rate of reaction will be. ചോദ്യം എന്ന് പറയുന്നത് ആ ഒരു റിയാക്ഷൻ നമ്മൾ എന്താ ചെയ്യുന്നത്, A കോൺസെൻട്രേഷൻ ഡബിൾ ആക്കുകയും B എന്ത് ചെയ്യുന്നു കോൺസ്റ്റന്റ് ആക്കി വെക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് റേറ്റ് എഴുതാം. റേറ്റ് വേണ്ടത് സോ റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു concentration of A raised to 2 into concentration of B raised to 1. A raised to 2 into concentration B raised to 1. ഇവിടെ പറഞ്ഞു B കോൺസ്റ്റന്റ് ആക്കുന്നു, A എന്ത് ചെയ്യുന്നു ഡബിൾ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം K into concentration of 2A square. B ക്ക് മാറ്റമൊന്നുമില്ല, concentration of B തന്നെ. അങ്ങനെയാണെങ്കിൽ 2 into 4 പോലെ 4 പുറത്ത് എടുക്കുകയാണെങ്കിൽ 4 into concentration of A square into concentration of B എന്ന് വരുന്നു. That is equal to ഈ term, അതായത് concentration of K into A square എന്ന് പറയുന്നത് റേറ്റ് R തന്നെയല്ലേ. സോ R4 into ആ ഫസ്റ്റ് റേറ്റ് തന്നെയാണ്. സോ ഫസ്റ്റ് എത്ര മടങ്ങാണ് പോകുന്നിരിക്കുന്നത് 4, 4 മടങ്ങല്ലേ. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി ഇൻക്രീസസ് ബൈ എന്താണ് 4 ടൈംസ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. Then അടുത്ത ക്വസ്റ്റ്യൻ, the velocity of the chemical reaction doubles every 10 degrees Celsius rise of temperature. If the temperature is raised by 50 degrees Celsius, the velocity of the reaction increases to above. എന്ത് പറയുന്നു, രണ്ട് കണ്ടീഷൻസ് ആണ്. ഒന്ന്, ഇതിന്റെ ടെമ്പറേച്ചർ ഇവിടെ 10 ഡിഗ്രി കൂട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു, കെമിക്കൽ റേറ്റ് ഡബിൾ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ 50 ഡിഗ്രി സെൽഷ്യസ് എന്ത് ചെയ്താൽ അവിടെ ടെമ്പറേച്ചർ റൈസ് ചെയ്താൽ അതിന്റെ വെലോസിറ്റി എത്രത്തോളം ഇൻക്രീസ് ചെയ്യും എന്നുള്ള ചോദ്യം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം. 10 ഡിഗ്രി കൂട്ടിയപ്പോൾ ഡബിൾ ചെയ്തു. അങ്ങനെയാണെങ്കിൽ 50 ഡിഗ്രി കൂട്ടുമ്പോൾ എത്രയാവും? നമുക്കൊരു സിമ്പിൾ റിലേഷൻസ് നോക്കി അവിടെ കണ്ടുപിടിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ആ റിലേഷൻ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡബിൾ, അതായത് 10 ഡിഗ്രി എന്ത് ചെയ്തു കൂട്ടിയപ്പോൾ ഡബിൾ ചെയ്തു. ഡബിൾ ചെയ്യാൻ മീൻസ് എന്താണത് 2 മടങ്ങായി എന്നല്ലേ അർത്ഥം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് 2 മടങ്ങായി മീൻസ് ഡബിൾ ചെയ്തു. ഇനി കണ്ടീഷൻ നോക്കി, 10 ഡിഗ്രി കൂട്ടിയപ്പോഴാണ് 2 മടങ്ങായത്. എത്ര ആക്കുന്നു? 50 ആക്കി കൂട്ടുന്നു. അപ്പോൾ 10 ഡിഗ്രിയിൽ നിന്നും 50 ഡിഗ്രി ആക്കി കൂട്ടുക എന്ന് പറഞ്ഞാൽ എത്ര മടങ്ങ് വർദ്ധിച്ചു? അവിടെ 5 ടൈംസ് 5 മടങ്ങ് എന്ത് ചെയ്തു ടെമ്പറേച്ചർ വർദ്ധിച്ചു. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാം ആ ഡബിൾ ചെയ്ത വെലോസിറ്റി ഉണ്ടല്ലോ അത് റൈസ് ടു എത്രയാണ് ടെമ്പറേച്ചർ കൂടിയത് അത്. ഇപ്പൊ 2 എന്ന് പറയുന്നത് ഫസ്റ്റ് കണ്ടീഷനിൽ എത്രത്തോളം ഡബിൾ ഇൻക്രീസ് ചെയ്തു, അതാണ് നമ്മൾ 2 മടങ്ങാന്ന് പറയുന്നത് 2 എന്ന് എഴുതി. ടെമ്പറേച്ചർ കൂടിയോടെ 10 നിന്നും 50 കൂടി. അപ്പൊ എത്ര അവിടെ 5 മടങ്ങിലേക്ക് കൂടിയത്. സോ എന്താണ് 2 റൈസ് ടു 5 നോക്കിയാൽ മതി. 2 വരിക. ദാറ്റ് മീൻസ് 32 എന്ന് വെച്ചാൽ ഓപ്ഷൻ എ 32 ടൈംസ് 32 മടങ്ങ് എന്ത് ചെയ്യുന്നു വർദ്ധിക്കുന്ന കാണാൻ സാധിക്കും. ഇതാണ് നമുക്ക് ഇവിടെ നിന്നുള്ള ഒരു ചേഞ്ച്. അപ്പോൾ ആ ഒരു ചേഞ്ച് എന്തെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ടെമ്പറേച്ചർ അതുപോലെ തന്നെ വെലോസിറ്റി തമ്മിലുള്ള ഒരു റിലേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, for a reaction A plus B giving product, it was found that rate of reaction increases 4 times if a concentration of A is doubled, but the rate of reaction remains unaffected if a concentration of B is doubled. Hence the rate low for the reaction is. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് റേറ്റ് ലോ ആണ്. അതിന് രണ്ട് കണ്ടീഷൻ നൽകിയിരുന്നു. ഒന്ന് പറയുന്നത് നോക്കി, എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്യുമ്പോൾ റേറ്റ് 4 മടങ്ങ് കൂടുന്നു അല്ലെ, 4 ടൈംസ് ഇൻക്രീസസ് എന്ന് പറയുന്നു. എന്നാൽ അതേസമയം ബി ആണ് വർദ്ധിപ്പിക്കുന്നതെങ്കിൽ
അവിടെ യാതൊരുവിധ എഫക്റ്റും ഉണ്ടാവില്ല, മീൻസ് അൺഎഫക്റ്റഡ് എന്ന് പറയും. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എ എന്ന് പറയുന്ന ആ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനെ മുൻനിർത്തി കണ്ടുപിടിക്കണം അതിന്റെ റേറ്റ്. നമ്മൾ നേരത്തെ റേറ്റ് എത്രയാണെന്ന് പഠിച്ചപ്പോൾ നേരെ ചോദ്യം തിരിഞ്ഞു, എന്താണ് റേറ്റ് ലോ ആണ് അറിയുന്നത്. അപ്പോൾ റേറ്റ് ലോ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായും സൂചിപ്പിക്കുന്നത് ആ കോൺസെൻട്രേഷന്റെ എമൗണ്ട് എത്രത്തോളം അവിടെ കൂടി എത്രത്തോളം കുറഞ്ഞു നമ്മൾ ഇതിലൂടെ പറയാറുണ്ട്. അതിനൊപ്പം തന്നെ അതിന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഏറ്റവും കൂടുതൽ കാണിക്കാറുണ്ട്, മുകളിൽ പവറായിട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ ആ പവർ അതാണ് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ തന്നു കഴിഞ്ഞിട്ടുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് എഴുതാൻ സാധിക്കും റേറ്റ്. നമുക്ക് റേറ്റിലോ കംപ്ലീറ്റ് ആണ് എന്ത് വേണം, തന്നിരിക്കുന്ന ഓരോന്നിന്റെയും ആ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് അവിടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ പവർ ആക്കി മാറ്റിയാൽ മാത്രമേ നമുക്ക് അതിന്റെ കംപ്ലീറ്റ് റേറ്റിലോ നമുക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ആ കണ്ടീഷൻസ് ചെയ്യാം അനുസരിച്ച് നോക്കാം. ഓരോ കണ്ടീഷൻ ആണ്. ഫസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് അവിടെ റേറ്റ് R1 കൊടുക്കും. രണ്ട് കണ്ടീഷൻ ആണ് എന്ത് ചെയ്യാം, R1 കൊടുക്കും. സോ R1 is equal to concentration of K into concentration of A raised to X. കാര്യം എന്താ, ഇവിടെ നമ്മൾ വണ്ണെന്ന് ആണെന്ന് ഇവിടെ വന്നിട്ട് കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് അവിടെ റേറ്റ് നമ്മൾ കൃത്യമായിട്ട് ആ വാല്യൂ കണ്ടുപിടിക്കുക എത്രയാണ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. സോ K into the concentration of A raised to X എന്ന് പറയുന്നത് നമുക്ക് ബേസിക് ആണ്. ഇനി കണ്ടീഷൻ എന്താണെന്ന് നോക്കി, 4 മടങ്ങ് വർദ്ധിച്ചു. എപ്പോഴാണ് A എന്ത് ചെയ്തപ്പോൾ 2 മടങ്ങ് കൂട്ടി ഡബിൾ ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് R2 എഴുതാം. സെക്കൻഡ് റേറ്റ് എന്ന് പറയുന്നത് K into concentration of 2A raised to X നമുക്ക് എഴുതാം. അപ്പോൾ ഇത് നമുക്ക് തന്നിരിക്കുന്നത് രണ്ടാമത്തെ എന്താ പറയുന്നത്, അവിടെ 2 മടങ്ങ് ജീവിതോടെ വർദ്ധിപ്പിച്ചു. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് ഈ എക്സ് അല്ലേ വേണ്ടത്, റേറ്റ് അല്ലേ വേണം. നമുക്ക് റേറ്റ് വേണമെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്നതിൽ നിന്ന് ഡിവൈഡ് ചെയ്യും. അതായത് R1 ബൈ എന്ത് ചെയ്യുക, R2 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുന്നത്, K into concentration of A raised to X divided by K into concentration of 2A raised to X എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, which is equal to K ക്യാൻസൽ ആയി പോകുന്നു. A raised to X ds ഓടെ ക്യാൻസൽ ആയി പോകും. പിന്നെ ഉള്ളത് R1 by R2 which is equal to എന്താ വരിക, 1 by 2 raised to X എന്ന് വരും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ സാധിക്കും, R2 എഴുതാലോ അല്ലേ. R2 എന്ന് പറയുമ്പോൾ R2 is equal to R1 into 2 raised to X എന്ന്. അപ്പോൾ നമുക്ക് കിട്ടി R2 എന്താണ്, R1 into 2 raised to X. അതായത് എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ തന്നിരിക്കുന്ന കണ്ടീഷനിൽ അതായത് 2 മടങ്ങ് ചെയ്തപ്പോൾ വർദ്ധിച്ചപ്പോൾ വ്യത്യാസം പറഞ്ഞു അല്ലേ. അതായത് 1 by എന്താണ് 2 raised to X എന്ന് പറഞ്ഞു. എപ്പോഴാണ് മാറ്റം സംഭവിക്കുക, ഇത് ഡബിൾ ചെയ്തപ്പോൾ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡബിൾ ചെയ്യുന്ന രീതിയിൽ ഈ എക്സ് എത്രയുടെ 2 മടങ്ങ് അല്ലെങ്കിൽ ഇവിടെ ആ എമൗണ്ട് അവിടെ വർദ്ധിപ്പിച്ചപ്പോൾ അങ്ങനത്തെ 4 മടങ്ങ് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും ഒരു കാര്യം ഓർമ്മിക്കാം, ഈ 2 raised to X 4 മടങ്ങ് 4 കൂടിയെങ്കിൽ ഈ 2 raised to X നമ്മൾ 4 മടങ്ങ് ആവണമെങ്കിൽ X എത്രയായിരിക്കണം, 2 ആയിരിക്കില്ല. കാര്യം 2 raised to 2 അതാണ് നമ്മൾ 4 എന്ന് പറയാം. അപ്പം 4 മടങ്ങ് എന്തിനാണ് ഇവിടെ 4 മടങ്ങ് ആവുന്നതിന് അർത്ഥം എന്താണ്, 2 raised to 2 X എത്രയുടെ 2 ആണ്. ആ X 2 എന്നുള്ള കണ്ടീഷനാണ് വരുന്നതെങ്കിൽ 1 by 2 raised to X, that means 1 by 2 the whole square എന്ന് വരും. ആ 1 by 2 the whole square എത്ര വരുന്നത്, 1 by 4 ലെ വരിക. നമുക്ക് വേണം ചേഞ്ച് ഇവിടെ 1 by 4 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും, R2 is equal to R1 into 4 അല്ലെങ്കിൽ 4R1 നമുക്ക് എന്ത് ചെയ്യാം എഴുതാം. അപ്പോൾ 4R1 നമുക്ക് നമുക്ക് കിട്ടുകയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതാ തന്നിരിക്കുന്ന 4 കിട്ടണമെങ്കിൽ ഈ X എത്രയായിരിക്കണം, 2 അല്ലേ. ആ 2 ആ നമ്മളിതിന്റെ ഇവിടെ 2 raised to 2 എന്നെഴുതി കിട്ടി, ഇവിടെ 4 കിട്ടി. അപ്പോൾ അതൊന്ന് എന്ത് മനസ്സിലാക്കാം, ഈ തന്നിരിക്കുന്ന 4 കിട്ടണമെങ്കിൽ 2 raised to 2 ആയിരിക്കണം. ദാറ്റ് മീൻസ് X എത്രയാണ് 2 അല്ലേ വരുള്ളൂ എന്ന് വെച്ചാൽ റേറ്റ് ഏതാ ശരി, റേറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ എന്താണ് K into concentration of A square. അപ്പോൾ ഇതാണ് നമ്മൾ D ആണ് ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയാം. ഇവിടുത്തെ ചെയ്ത് കൊടുത്ത് വെച്ചോണം. റേറ്റ് വേണം R1 ബൈ എന്ത് ചെയ്യുക, R2 കണ്ടുപിടിക്കുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ 4 വന്നു, ചെയ്ത് കൊടുത്തോണം. 2 raised to X അതത്ര കിട്ടുമെന്ന് പറയുന്നു, 4 കിട്ടുമെന്ന് പറയുന്നു. ഇത് 4 ആവണമെങ്കിൽ X എത്രയായിരിക്കണം, 2. അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ വലിയ അവിടെ ആ 1 by 4 എന്നുള്ളത് ചേഞ്ച് വരിക. ദെൻ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ചേഞ്ച് ഇവിടെ നിന്ന് ഓർത്ത് വെച്ചോണം. 1 by 2 the whole square is equal to 1 by 4. അതായത് ഈ രീതി നമുക്ക് എന്ത് ചെയ്യാം, R2 is equal to 4R1 അല്ലെങ്കിൽ R1 into 4 നമുക്ക് തിരിച്ച് മറിച്ചെടുക്കാം. അപ്പോൾ ടൈം കൊടുത്ത് വെച്ചോണം. 4 എന്നുള്ളത് എങ്ങനെ അവിടെ കൃത്യമായിട്ട് വന്നു, അവിടെ നിന്നാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്, ഈ റേറ്റ് കിട്ടും.
തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള നമ്മുടെ ഇക്വേഷൻ മാറും, റേറ്റ് മാറിയപ്പോൾ ചേഞ്ച് ഓർത്ത് വെച്ചോളാം എന്തുകൊണ്ട് 2x 2 ആയി എന്നുള്ളത്. അതിനാണ് എന്ത് അത് നമുക്ക് 4 times ഓൾറെഡി അവർ പറഞ്ഞിട്ട് കാര്യങ്ങളാണ്, അത് കൃത്യമായിട്ട് ചേഞ്ച് ഓർത്ത് വെച്ചു. The next question, for a first order reaction A to B, the reaction rate at a reactant concentration of 0.01 molar is found to be 2 into 10 raised to 5 mole liter raised to -1 second raised to -2. The half life period 220 second, 30 second, 300 second, then 347 second. കണ്ടുപിടിക്കണം എന്താ half life ആണ്. equation of half life ന്റെ T half is equal to 0.693 divided by K എന്നുള്ളതാണ് ഇതിന്റെ ഇക്വേഷൻ. ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അങ്ങനെ നോക്കി ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്? K എന്നുള്ള ടൈം കിട്ടിയാൽ പോരെ. അപ്പോൾ അങ്ങനെ ഇവിടെ തന്നിട്ടുണ്ട് ഫോർ റിയാക്ഷൻ നടക്കുന്നു. റിയാക്ഷൻ പ്രത്യേകത റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞിരുന്നു 2 into 10 raised to -1 എന്താണ് റേറ്റ് ആണ്. കോൺസെൻട്രേഷൻ എത്ര പറഞ്ഞിരുന്നത് 0.1 മോളാർ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇത് അങ്ങനെയാണെങ്കിൽ റേറ്റ് എഴുതും അല്ലേ. അപ്പോൾ ഈ തന്നിരിക്കുന്ന A to B എന്ന് പറയുന്ന റിയാക്ഷൻ അടിസ്ഥാനമാക്കി നമുക്ക് റേറ്റ് എഴുതാം. എന്തൊരു റേറ്റിംഗ് ഇക്വേഷൻ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് സംബന്ധിച്ച് റേറ്റിംഗ് ഇക്വേഷൻ എന്താ വരിക? 2.303 by T into log concentration of A0 by concentration of A. അതാണ് ഫസ്റ്റ് ഓർഡറിന്റെ റേറ്റ് ആണ്. K റിയൽ ഇക്വേഷൻ, K റേറ്റ് അല്ല, K ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ നമുക്ക് പ്രത്യേകത ആ K കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ കാര്യം നമുക്ക് അതിന്റെ ടൈം ആവശ്യമാണ്, അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ആവശ്യമാണ്. ഇവിടെ നോക്കിയാൽ ഇതിന്റെ റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, അതുപോലെ കോൺസെൻട്രേഷൻ ഇനിഷ്യൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വേണ്ട ടൈം ഇല്ല, കോൺസെൻട്രേഷന്റെ ചേഞ്ചും ഇല്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ മാത്രം എന്ത് ചെയ്യുക മുൻനിർത്തി കണ്ടുപിടിക്കുക, റേറ്റും അതിന്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ K is equal to ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ സാധാരണ ഇക്വേഷൻ വരുന്നത് ഡയറക്റ്റ് തന്നെയാണ്. റേറ്റ് is equal to K into concentration of A. ഇക്വേഷൻ നമുക്ക് അറിയാലോ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, K കണ്ടുപിടിക്കാമല്ലോ. ഇതൊരു K എന്ന് പറയുന്നത് K is equal to rate divided by concentration of A എന്നല്ലേ വരിക. അതാണ് എന്തൊരു റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് 2 into 10 raised to -5. കോൺസെൻട്രേഷൻ എത്രയാണ്? 0.01 എന്ന് വരുന്നു. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം 1 into 10 raised to -2 എഴുതാലോ. എന്ത് വരും? 2 into നേരെ മുകളിലേക്ക് 10 raised to 2 എന്നാവും. then 10 raised to -3. എന്ത് കിട്ടും? Kയുടെ വാല്യൂ 2 into 10 raised to -3 എന്ന് നമുക്ക് എന്ത് കിട്ടും? റേറ്റിന്റെ വാല്യൂ കിട്ടും. അങ്ങനെ Kയുടെ വാല്യൂ കിട്ടും. ആ K ഇവിടെ കൊടുത്താൽ പോരെ. then T half is equal to 693 divided by Kയുടെ വാല്യൂ നമുക്ക് കിട്ടി 2 into 10 raised to -3. എന്താ വരിക? ഇത് ചെയ്യുമ്പോൾ ഏകദേശം it is nearly equal to 347 സെക്കൻഡ് എന്ന് വരുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് ലഭിക്കുക. അപ്പോൾ കണ്ടുപിടിക്കുന്നത് T half ആണ് ഇക്വേഷൻ. 0.693 by K എന്നുള്ളതാണ്. K ഇല്ല, K എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. കണ്ടുപിടി രണ്ട് മാർഗമുണ്ട്. ഏതാണ് തന്നിരിക്കുന്ന ഭാഗം അത് നമുക്ക് എന്ത് ചെയ്യുക? ഇക്വേഷൻ സെലക്ട് ചെയ്യുക. then K into concentration of A. K കണ്ടുപിടിച്ചു, എന്ത് വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് എന്ത് കിട്ടി? T half is equal to 347 സെക്കൻഡ്.